വാടാ. ചേട്ടാ വേണ്ട. എടാ എടാ രോഹിത്, നീ നീ ഇവിടെ എന്നെ എടുക്കോ? വാടാ, കുഴപ്പമില്ല, വാ വാ. നീ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി പറയാ. ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇനിയും തുടർന്ന് പോയാ പോലീസിന്റെ ഇടി കൊള്ളേണ്ടി വരും. നിനക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. നീ അവിടെ പോവാ. ഞാൻ ബൈക്കിന്റെ കീച്ചൈൻ. അതവിടെ ഇരുന്നോളും. ആരും കൊണ്ടുപോകത്തില്ല. നീ വാ, കേറിയോളാ. കരിങ്കാലിയാ നോക്കരുത്. കേറിയോളാ. ഹലോ, ചേച്ചി ചേച്ചി ബിസിയാണോ? നീ ബിസിയാണോ? ഞാനല്ല. എന്നാ ഞാനും ബിസിയല്ല. ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അത് രാവിലെ കഴിച്ചല്ലോ. ഞാൻ കഴിച്ചില്ല. എനിക്കാണെങ്കിൽ വിശപ്പില്ല ചേച്ചി. എന്താണെന്ന് അറിഞ്ഞൂടാ. നീ എന്താ കോളേജിൽ പോവാതിരുന്നെ? എനിക്ക് രാവിലെ എണീറ്റപ്പോ മുതലൊരു സുഖമില്ലായിരുന്നു ചേച്ചി. എന്തുവാടി നിന്റെ പ്രശ്നം? എനിക്ക് കിളിമാനൂര് പോയിട്ട് വന്നതിന് ശേഷം എനിക്കെന്തോ ഒരു വല്ലാത്ത വിഷമം. എന്ത് വിഷമം? നീ തെളിച്ചു പറ. അതൊക്കെ സത്യമാണോ ചേച്ചി? അവരോട് എനിക്ക് ഒരു സ്നേഹവും തോന്നാത്ത എന്താ? നിനക്ക് അതിനേക്കാൾ സ്നേഹം കിട്ടിയതുകൊണ്ടായിരിക്കും. എനിക്ക് എവിടെ നിന്ന് കിട്ടി? ആദ്യം മുതൽ നിന്നെ സ്നേഹിക്കാൻ ബ്രിജിത മമ്മി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയുടെ നഷ്ടം എന്താണെന്ന് നീ അറിഞ്ഞില്ല. എന്റെ അനുജത്തെയായിട്ട് കൂട്ടിക്കൊണ്ട് നടക്കാൻ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ സ്വന്തം മോളെ പോലെ നോക്കാൻ ഒരു പപ്പയും മമ്മിയും കിട്ടും. മാമച്ചനങ്ങളും ആന്റി, അതിൽ കൂടുതലൊന്നും നിനക്ക് കിട്ടാനില്ല. എന്നാലും അനാഥയായിരുന്ന എനിക്ക് അച്ഛനും മുത്തച്ഛനും ഒക്കെ ഉണ്ടല്ലോ എന്നോർത്ത് സ്നേഹം തോന്നുന്നുണ്ടേ. തോന്നേണ്ടതാണ്. പക്ഷെ നിന്റെ കുടം നിറഞ്ഞു. എല്ലാരും കൂടി സ്നേഹം കോരി ഒഴിച്ച് നിറച്ചു. ഇനി അതിൽ എത്ര ഒഴിച്ചിട്ടും കാര്യമില്ല. പക്ഷെ അലീന ചേച്ചിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ. വെറുക്കുന്നവരെ പോലും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനത്തെ ഒരു കുട വാങ്ങിച്ചത്. അതിന്റെ കാൽ ഭാഗം പോലും നിറഞ്ഞിട്ടില്ല. ഇന്ന് അച്ഛനും മുത്തച്ഛനും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആഹാ, അത് വരട്ടെ. വെറുതെ അല്ല മൂഡ് ഓഫ്. എന്നോട് അവർക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് തിരിച്ചങ്ങോട്ട് അതുപോലൊരു ഇഷ്ടം വരുന്നില്ലെന്ന്. അവര് നോക്കുമ്പോ ഇനി അവരുടെ സ്വത്തിന്റെ ഒക്കെ അവകാശം നീയാ. വേറെ ആരുമില്ല അവർ. എനിക്ക് വേണ്ട. അവിടുത്തെ എല്ലാ സ്വത്തുക്കളും കിട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇവിടെ വേലക്കാരിയായിട്ട് നിൽക്കുന്നതാ. എനിക്ക് ആരുടെയും സ്വത്ത് വേണ്ട. മോളെ, നമ്മളെ സ്നേഹിക്കുന്നവരുടെ സ്നേഹത്തിന് ഏറ്റവും വലിയ വില നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹത്തിനെക്കാളും. അതെപ്പോഴും ഓർത്തോണം. എന്റെ അച്ഛനാണെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, എന്നോട് പറയോ ഇപ്പൊ അസുഖം കുറഞ്ഞെന്ന്. എന്നെ കണ്ട ശേഷം. ചിലപ്പോ അങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും. അതെങ്ങനെ ചേച്ചി? നുണ പറയല്ലേ? അല്ല മോളെ, അങ്ങനെയും വരാം. അത് വെറുതെ പറയുന്നതായിരിക്കില്ല. ആ മനുഷ്യന്റെ മനസ്സ് നമുക്കറിയില്ലല്ലോ. നീ കുറച്ചുകൂടെ സ്നേഹം കൊടുത്തു നോക്ക്. ചില മനുഷ്യര് മുറിവാ, വേറെ ചില മനുഷ്യര് മരുന്നു. അയ്യോ മോളെ, ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാം. അടുപ്പില് കരിയുന്ന മണം. നീ എന്താ മോളെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സ് മാറാതെ? ഇനിയിപ്പോ പോയി കുളിച്ചിട്ട് മാറാം. നൈറ്റ് ഡ്രസ് ഇടാം. ഇടയ്ക്ക് വരെ മാറണ്ടല്ലോ. മടിച്ചായിട്ട് വരിക. കാപ്പി പിടിച്ചേ, തണുത്ത് പോവാതെ. രോഹിയുടെ ബൈക്കാണല്ലോ. ഇതെന്താ ഇത്രയും നേരത്തെ? 4 മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ. നേരത്തെ കോളേജ് വിട്ട് കാണും. രോഹിത് കോഫി എടുക്കട്ടെ, അതോ ചായ വേണോ? രോഹിട്ടാ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. എന്റെ ചെവി പൊട്ടയല്ല. വേണമെന്നോ വേണ്ടെന്നോ എന്തെങ്കിലും ഒന്ന് പറ. അതല്ലേ മര്യാദ. നീ എന്നെ പഠിപ്പിക്കാൻ വല്ലെന്ന് ഞാൻ രാവിലെ പറഞ്ഞു. രോഹിട്ട് ഒന്നും കുടിച്ചിട്ടുണ്ടല്ലേ? ആ, ഇന്നും കുടിച്ചു. രോഹിട്ടാ, നീ എന്നെ വാതിലടിച്ച് വിളിക്കാൻ പോണോ? അതിന് ഞാൻ പതിയില്ല മുട്ടിയെ. ഇതാണ് പതുക്കെ. രോഹിട്ട് പേടിച്ചിരിക്കുവായിരുന്നു. ആര് പറഞ്ഞു? മുഖമൊക്കെ ഒരുമാതിരി. ഞാനാര് പഠിക്കാനാ? അതിനുശേഷം ഫുഡ് വിളമ്പി വെച്ചിട്ടുണ്ട്. വാ. അവളുടെ അമ്മയ്ക്ക് കൊണ്ടുപോകും. അമ്മ ഇപ്പൊ കഴിച്ചാണ്. മാത്രമല്ല പൊതിഞ്ഞിട്ട് കൊണ്ടുപോണ്ടേ എങ്ങോട്ട്? ഹോസ്പിറ്റലിലോട്ട്. എടി, നമ്മുടെ കാര്യല്ല പറഞ്ഞു. അവളെ പിഴച്ച തള്ളയുടെ. ആ, എല്ലാം ഒന്ന് തന്നെ. നീ എന്തുവാടി പറയുന്നേ? നമ്മുടെ അമ്മയെ പറ്റിയാണോ നീ? അന്ന് ഗംഗാധരൻ അങ്കിള് പറഞ്ഞത് രോഹിയുടെ കേട്ടില്ലായിരുന്നു. അമ്മയുടെ ആഗ്രഹ ഹിസ്റ്ററി അത്ര നല്ലതല്ലെന്ന്. ഓടി അവിടെ. ഫുഡ് വേണ്ടല്ലോ അല്ലേ? വേണ്ട. കള്ളു ഉണക്കുന്നു. കള്ളല്ല, ബിയറ്. രാഗശമി. കൊള്ളാം. ഈ വീട്ടിലൊരു കുടിയനില്ലായിരുന്നു. ആ കുറവ് തീർന്നേ. ഓടി. രോഹിടിന് കഴിക്കാനൊന്നും വേണ്ടെന്ന് എന്നോട് ദേഷ്യപ്പെടുന്നു. കാര്യമായ എന്തോ സംഭവം ഉണ്ടല്ലോ. എന്താ സംഭവം? ഒരാൾക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ലേ? മോളെ, നീ കഴിച്ചു. ചേച്ചിയോ? ഞാൻ പിന്നെ കഴിച്ചോളാം. അച്ഛന്റെ കൂടെ ഇരിക്കത്തുള്ളൂ. ഹൈ ലെവലിലല്ലേ ഇപ്പൊ? മോളെ, മതിയോ? മതി മതി. ഫുഡ് എടുത്ത് വെക്കട്ടെ അച്ഛാ. ഇവിടെ എല്ലാരും കഴിച്ചോ? ഇനി അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ. രോഹി വന്നോ? വന്നു. ഇന്ന് നേരത്തെ എത്തി. പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ല. അവൻ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയി വൈജിയെ കാണുമെന്ന് പറഞ്ഞില്ലേ നേരത്തെ? അതെ. അവൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ടില്ല. എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു കോളേജിലോട്ടല്ല ധൃതി വെച്ച് പോകുന്നതെന്ന്. ഇവിടെ വന്നിട്ട് എന്നാ പറഞ്ഞു? കഴിക്കാനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കൃഷ്ണയോട് ദേഷ്യപ്പെട്ടു. അച്ഛൻ രോഹിത്തിനോടൊന്ന് സംസാരിക്കണേ. വെറുതെ എന്തെങ്കിലും സംസാരിച്ച പോരാ. കുറെ നേരം നിങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കും. എന്ത് ചോദിച്ചാലും അവൻ എന്നോട് പറയാൻ ഒന്നുമില്ലല്ലോ. ഇന്ന് രോഹിത്ത് കോളേജിൽ പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെങ്ങനെ അറിയാം നിനക്ക്? ഞാനൊരു ഊഹം പറഞ്ഞതാ. എന്റെ ബാങ്ക് മാനേജറുടെ മോൻ അവന്റെ ക്ലാസ്മേറ്റ്. ഞാനൊന്ന് വിളിച്ചു പോയി.